കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ശിവവും അതുപോലെ വാങ് ചിയാനും ഇവിടെ വന്നിട്ട് അത് ഇഷ്ടമാകാത്ത ജങ് അവരോട് അവരുടെ കഴിവ് തെളിയിക്കാനായി പറയുന്നുണ്ട്. നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം, ശിവവും അതുപോലെ വാങ് ചിയാനും ഫൈറ്റ് ചെയ്യണം. അവർ ജയിക്കുവാണെങ്കിൽ അവർക്ക് കഴിവുകൾ ഉണ്ടെന്ന് ഞങ്ങളും അംഗീകരിക്കാമെന്നാണ് അവരും പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നു. അവരും അസാധ്യമായി ഫൈറ്റ് ചെയ്യുന്നു. അത് കണ്ടിട്ട് ആ കുട്ടികളെല്ലാം വളരെയധികം അതിശയിച്ച് നിൽക്കുന്നു. പക്ഷെ ആ കാണുന്നത് അവരുടെ വെറും എക്സ്പെക്ടേഷൻ മാത്രമാണ്. അവർ ഇപ്പോഴും ഫൈറ്റ് തുടങ്ങിയിട്ടില്ല. മറ്റുള്ള കുട്ടികളും നിങ്ങളെന്താ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്, ഫൈറ്റ് തുടങ്ങാത്തതിന്റെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഫൈറ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ഫൈറ്റ് കണ്ട് അവിടുത്തെ എല്ലാവരും അവരെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഒരുത്തൻ മറ്റവനെ കടിക്കുന്നു, തലമുടി പിടിച്ച് വലിക്കുന്നു. ആ സമയം പ്രിൻസിപ്പളും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോ വാങ് ചിയാനും ഞങ്ങളൊരു കോമ്പറ്റീഷൻ ചെയ്തതാണ്. ശിവുവിനോടും അത് സമ്മതിക്കാനായി പറയുന്നുണ്ട്. അവനും ഞങ്ങൾ ശരിക്കും ഫൈറ്റ് ചെയ്യുകയായിരുന്നില്ല, ഇത് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ഞങ്ങളൊന്ന് ഫൈറ്റിംഗ് ഒക്കെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചതാണ്. പ്രിൻസിപ്പളും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫൈറ്റിംഗ് ക്ലാസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കറിയോ ബേസിക് ആയിട്ടുള്ള മാർഷൽ ആർട്സിന്റെ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്നത് ബുദ്ധിയോടും ശ്രദ്ധയോടും കൂടി അല്ലെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ ആപത്താണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ ഗുണ്ടകളെക്കാളും വളരെ മോശമായിരിക്കും അവരുടെ അവസ്ഥ. ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു ലോകത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കാനും അനീതിയെ എതിർക്കാനുമുള്ള കഴിവ് എല്ലാവരിലും വാർത്തെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് വാങ് ചിയാനും ഇപ്പൊ ഞങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കണമെങ്കിൽ ഇവിടെയുള്ള കുക്കിങ്ങും വാഷിംഗും ഒക്കെ ഞങ്ങൾ ചെയ്യണം എന്നാണോ പറയുന്നത്? പ്രിൻസിപ്പളും നിന്നെ പോലുള്ള വിഡ്ഢികളെ ഫൈറ്റിംഗ് പഠിപ്പിക്കലല്ല ഞങ്ങളുടെ ജോലി. ഒരുത്തനെ ഇവിടെ നിർബന്ധിച്ച് അയച്ചു, മറ്റൊരുത്തൻ ഇവിടെ തന്നെ താമസിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് വേഗം തന്നെ പോകുന്നതായിരിക്കും നല്ലത്. മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും 2 ദിവസത്തെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങളുടെ ഗ്രേഡ് ഒരിക്കലും ഉയരാനായി പോകുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ബിഗിനേഴ്സ് ക്ലാസ്സിലാണുള്ളത്, നിങ്ങളൊന്നും നേടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം സാധാരണയുള്ള മര്യാദയെങ്കിലും പഠിക്കാനായി പ്രിൻസിപ്പളും ഉപദേശിക്കുന്നുണ്ട്. ശേഷം സെക്യൂരിറ്റി ഗാർഡും അവരെ വിളിച്ചോണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് ബാത്റൂം കഴുകുക എന്നുള്ളത്. നിങ്ങളിപ്പോ ബിഗിനേഴ്സ് ക്ലാസ്സിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഇനി ബാത്റൂം ക്ലീനിങ്ങിന് നിങ്ങൾക്കായിരിക്കും ചാർജ്. ബാക്കിയുള്ള കുട്ടികള് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്തോളും. ശേഷം അവരും വളരെ കഷ്ടപ്പെട്ട് അവിടേക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഹീറോയിനും വളരെ സന്തോഷത്തിനാണ്. ഇന്നവൾക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകണ്ട, കാരണം അവളുടെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് അവളുടെ പാരന്റ്സും പറഞ്ഞു. ഹീറോയിനും ശിവു എന്തിനാ ഇവിടേക്ക് പഠിക്കാനായിട്ട് വന്നത്? ഈ രാജ്യത്ത് തന്നെ വലിയൊരു സെലിബ്രിറ്റി അല്ലേ അവൻ, അവനെ പോലെ ഉള്ള ഒരാള് എന്തിനാ ഇവിടേക്ക് വന്നത്? സമയം കഴിയും തോറും അവനെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കും. ശിവുവിനെ കുറിച്ച് കുറ്റം പറയുന്ന കേട്ടപ്പോ സോനിക്ക് അത് സഹിക്കുന്നില്ല. ഇനി ഓർത്ത് നോക്ക്, അവന് ഇവിടെ വരാനായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും. ശേഷം കാണിക്കുന്നത് ഹീറോന്റെ അച്ഛനെ അമ്മയാണ്. അവരൊരു കടയിലേക്ക് പോകുന്ന സമയം അയാളുടെ ഭാര്യയും ഒരു ലിപ്സ്റ്റിക്കും ഐഷാഡോ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിക്കാനായി അയാളെ സമ്മതിക്കുന്നു. പക്ഷെ ഒരു വഴിയിൽ കൂടെ പോകുന്ന സമയമാണ് ആ ഒരു ലിപ്സ്റ്റിക്കും ഐഷാഡോയും മകൾക്ക് കൊടുക്കാനായി അയാളും അവരോട് പറയുന്നത്. അത് കേൾക്കുമ്പോ അവർക്ക് ദേഷ്യമാവുന്നുണ്ട്. എന്നോട് നിങ്ങൾക്ക് ഒരു സ്നേഹമില്ല, മോളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അയാളും അടുത്ത പ്രാവശ്യം നിനക്കിത് വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരാണെങ്കിൽ അയാളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ശിവവും ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം വാങ് ചിയാനും ഇവിടെല്ലാം ക്ലീൻ ആയി, നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ ശിവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ല. ഇവനും കരുതുന്നത് ഇവൻ പറയുന്നത് മനഃപൂർവ്വം കേൾക്കാതെ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ട് ശിവന്റെ അടുത്ത് പോയിട്ട് വിളിച്ച് കാര്യം പറയുന്നു. പക്ഷെ ഇവൻ പറയുന്നതൊന്നും അവന് കേൾക്കാനായി സാധിക്കുന്നില്ല. ഇക്കാര്യം ശിവവും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവന് ചെവി കേൾക്കാനായി കഴിയുന്നില്ല. അവന് വീണ്ടും ആ ഒരു ചെവി വല്ലാതെ വേദനിക്കുന്നുണ്ട്. വാങ് ചിയാനും നിനക്ക് എന്ത് പറ്റി വയ്യേ എന്നൊക്കെ ചോദിക്കുന്നു. അവനും എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. നേരത്തെ കുക്കിംഗ് ക്ലാസ്സിലും ഇവൻ ഇതുപോലെ ചെവി വേദന എടുത്തിരിക്കുന്നത് അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് ചെവി വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ശിവവും എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് അവനോട് പറയുന്നത്. അവന് വലിയ വിഷമമാണ്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ ഒരു ചെവി വേദനയും കേൾവിക്കുറവും അവനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ ഒരു അവസ്ഥയും കൂടി കൂടി വരികയാണ്. അവനും വിഷമിച്ച് വരുന്ന സമയമാണ് ഹീറോനും അവനെ കാണുന്നത്. അവനോട് അവളും ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ ശിവവും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തുപറ്റി, ഇനി മുതൽ എനിക്ക് പാട്ട് പാടാനും ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ നീ വിഷമിക്കുന്നത്? അതിനവളും അതൊന്നുമല്ല, ഇന്ന് കുക്കിംഗ് ക്ലാസ് വെച്ചിട്ട് നിനക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓക്കെ ആയെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നിന്റെ കൂടെ സോളിലേക്ക് വരാം, അന്ന് നടന്നത് എന്താണെന്ന് എല്ലാവരോടുമായി ഞാനും വിശദീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രശ്നം അവസാനിക്കുമല്ലോ, നമുക്കിന്ന് രാത്രി തന്നെ അവിടേക്ക് പോകാമെന്ന് അവനോടും പറയുന്നു. ശേഷം കാണിക്കുന്നത് ഹീറോന്റെ അച്ഛനെയാണ്. അയാളുടെ ഭാര്യയും വഴക്കിട്ട് പിണങ്ങി പോയത് കൊണ്ട് തന്നെ അയാളും ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ് കയറാനായി നിൽക്കുന്ന സമയം അവിടെയുള്ള ഒരു പെൺകുട്ടിയോടും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ബസ് ഇവിടെ നിർത്തുമോ, ഇതാണ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അത് തന്നെയെന്ന് അവളും പറയുന്നു. പക്ഷെ ആ സമയം അവിടേക്ക് ബസ് വരുമ്പോ ആ ഒരു പെൺകുട്ടിയും കയറി പോകുന്നുണ്ട്. അയാളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബസ് വരുമ്പോ എന്നോട് പറയണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ബസിന്റെ സൗണ്ടും ഇയാൾ കേൾക്കുന്നത്. അയാളും ബസ്സിനടുത്തേക്ക് എത്തുമ്പോ ബസ്സും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയം ഒരു പയ്യനും ആ ഒരു ബസ്സിൽ കയറാനായി ഓടി വരുമ്പോ ഇയാളെ തട്ടിയിട്ടാണ് അവൻ ഓടുന്നത്. ഇയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ തെറിച്ചു പോകുന്നു. അതെടുക്കാനായിട്ട് ഇയാൾ നോക്കുമ്പോ അതുവഴി വന്ന ഒരു സ്കൂട്ടറുകാരൻ ഇയാളെ മറിച്ചിടുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്നും എല്ലാ സാധനങ്ങളും
താഴെ പോകുന്നു. ശേഷം വാങ്ചിയാങ് ഒറ്റയ്ക്കാണ് ഇപ്പൊ ബാത്റൂം ഒക്കെ കഴുകുന്നത്. മച്ചാൻ പിണങ്ങി പോയല്ലോ. അവന് മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവനും പോയല്ലോ. അപ്പോഴാണ് സോനയും അവിടേക്ക് വരുന്നത്. നീ എന്റെ എരിയലിനെ കണ്ടോ? അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോ അവള് സോണിലേക്ക് പോകാനായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ശേഷം ശിവുവും അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ആ സമയം ഹീറോയിനും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട്. അവളും വൈകുന്നേരം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അവൾ അച്ഛനെ കാണുന്നു. അവളും പോലീസുകാരോട് അച്ഛൻ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവരും അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങളും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഗാർഡിയനെ വിളിക്കാമെന്ന് കരുതി. അച്ഛനും അവൾക്ക് അയാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതിനകത്ത് ശരിക്കും ലിപ്സ്റ്റിക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അതിന്റെ കവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛനും നീ എപ്പോഴും പഠിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നന്നായിട്ട് ഒരുങ്ങി നടക്കേണ്ട സമയമാണ്, ആ കളർ നന്നായിട്ടില്ലേ അതൊന്ന് എടുത്ത് നോക്കാനായി പറയുന്നു. അവളും അച്ഛനോട് കള്ളം പറയുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അയാളും അതെടുത്ത് ഇടാനായി പറയുന്നു. അവളും താനത് ഇടുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നു. അവൾക്കും നല്ല സങ്കടം തോന്നുന്നുണ്ട്. അവളും അച്ഛന് നന്ദി പറയുന്നുണ്ട്. അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ അവൾക്ക് സാധിക്കില്ല. അവളും അച്ഛനെ സമാധാനിപ്പിക്കുന്നു. ഇതെനിക്ക് വലിയ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. ശിവുവും അവൾക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള റിപ്പോർട്ടറും അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളും അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ശിവു അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഇവളും ഓർക്കുന്നത്. ഇവളും വളരെ കഷ്ടപ്പെട്ട് ആ ഒരു കാടും മലയൊക്കെ കയറി അവന്റെ അടുത്തേക്ക് വരുന്നു. അവനും എന്റെ കാറ് ഈ ഒരു മലയുടെ താഴെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്, നമുക്ക് വേഗം അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അതിനവളും ഞാൻ ഒരുപാട് തവണ ഇന്ന് ആ വഴി കൂടെ വന്നതാണ്, അതുകൊണ്ട് എന്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് അവനോടും പെർമിഷൻ ചോദിക്കുന്നു. എനിക്ക് കുറച്ച് വെള്ളവും വേണമെന്ന് അവനോടും ആവശ്യപ്പെടുന്നു. എനിക്ക് ശരിക്കും കാല് നല്ല വേദനയുണ്ട്. അവനും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയം അവളും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനും അവളോട് എഴുന്നേക്കാനായി പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ട്. അങ്ങനെ അവനും അവളെയും എടുത്തുകൊണ്ട് റൂമിലേക്കും വരുന്നു. സോനയും അത് കണ്ടിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അവനും പ്രത്യേകിച്ചൊന്നുമില്ല, അവള് ഉറങ്ങുകയാണ്, അവള് ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്നത് കാണാനായി പറയണമെന്ന് സോനയോടും അവൻ പറയുന്നുണ്ട്. ശേഷം ശിവുവും റൂമിലേക്ക് വരുന്ന സമയം ബാങ്ക് ചെയ്യാനും അവിടെ ഉണ്ടായിരുന്നു. അവനും ശിവനോട് വഴക്കൂടുന്നു. കാരണം അവൻ ഒറ്റയ്ക്കാണ് അന്ന് ക്ലീനിങ് മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ എവിടെയാണ് പോയത്, എന്റെ ഏരിയലിനെ കൊണ്ട് നീ എവിടേക്ക് പോകാനാ പ്ലാൻ ഇട്ടിരിക്കുന്നത്? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ വീണ്ടും വഴക്കാകുന്നു. അവിടെ വലിയൊരു അടിയാണ് നടക്കുന്നത്. കുട്ടികളെല്ലാം അവിടേക്ക് ഓടിക്കൂടുന്നുണ്ട്. ഇവളുടെ പേരിലാണ് അവർ വഴക്ക് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളും ഹീറോയിനെ ഉണർത്തിക്കൊണ്ട് അവിടേക്ക് വരുന്നു. അവിടേക്ക് സാറും വന്ന് ഇവരുടെ വഴക്ക് നിർത്തുന്നുണ്ട്. പ്രിൻസിപ്പളും അവരെ വിളിക്കുന്നു. ബാങ്ചാങ്ങും എനിക്ക് ഇവരുടെ കൂടെ ഒരു റൂമിൽ താമസിക്കാനാകില്ല, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ശരിയാകില്ല. പ്രിൻസിപ്പളും ഇനി അതിന്റെ ഒന്നും ആവശ്യം വരില്ല, നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്നും ഞാൻ പറഞ്ഞേക്കാനായി പോവുകയാണ്, ഇപ്പോ തന്നെ ഈ സ്ഥലം വിട്ട് പൊക്കോണം. സോനയും മറ്റു കുട്ടികളും പ്രിൻസിപ്പളിനെ പോയി കൺവിൻസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് എന്നൊക്കെ. പക്ഷെ പ്രിൻസിപ്പൾ അയാളുടെ തീരുമാനം മാറ്റുന്നില്ല. ഹീറോയിനും സങ്കടാകുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാരണമാണ് നടന്നിട്ടുള്ളത്, ഞാൻ ശിവരുടെ കൂടെ സോളിലേക്ക് പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാൻ യാതൊരു താല്പര്യവുമില്ല. വാങ്ചിയാണെങ്കിൽ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനും ഇവനെ ശരിയാക്കും. അതുകൊണ്ട് തന്നെ അവന് പ്രിൻസിപ്പളിനോട് പോയി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ അടിയല്ലേ ഉണ്ടാക്കിയുള്ളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തന്നുകൂടെ, എന്ത് ശിക്ഷ തന്നാലും ഞങ്ങളെ സ്വീകരിച്ചുകൊള്ളാം. പ്രിൻസിപ്പളും എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല, അതിന് വാങ്ചിയാങ്ങും മരിച്ചാലും ശരി ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് സമരം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും ഇവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലായി ഒരു വലിയൊരു പർവ്വതം ഇവർ കാണുന്നുണ്ട്. അതിന്റെ പേരാണ് മുരിം പീക്ക്. അതിന്റെ ഏറ്റവും മുകളിലായി സ്കൂളിന്റെ ഒരു മാർക്കിംഗ് ഉണ്ടായിരിക്കും. ആ മാർക്കിംഗ് ആരാണോ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നത് അവരെ ഈ സ്കൂളിൽ തുടരാൻ ഞാനും അനുവദിക്കാം. മറ്റുള്ള കുട്ടികളും ആ ഒരു പർവ്വതം വളരെ അപകടം പിടിച്ചതാണ്, ഇവരെ രണ്ടുപേരും ഒറ്റയ്ക്ക് അവിടെ അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. പ്രിൻസിപ്പളും തീരുമാനത്തിലൊരു മാറ്റവും വരുത്തുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ ഒരു ടാസ്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ, ഞങ്ങൾ പോയി ബാഗും ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് വരട്ടെ, എന്റെ ഷൂ എല്ലാം തന്നെ അകത്താണ് ഇരിക്കുന്നത്. അതിന് പ്രിൻസിപ്പളും അവരെ അനുവദിക്കുന്നില്ല. നിങ്ങൾ ആ ടാസ്ക് ചെയ്തിട്ട് വന്നാലല്ലാതെ സ്കൂളിന്റെ അകത്തേക്ക് പ്രവേശിക്കരുത്. വാൻചിയാങ്ങും ഒറ്റ ഷൂയോട് കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ അവരും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി പോകുന്നു. ഇവിടെ മറ്റു കുട്ടികളും ഒരു ഡ്രോണും അവരുടെ പിന്നിൽ അയക്കുന്നുണ്ട്. അവരെവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വാങ്ചിയാങ്ങിനും ഷൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ നടക്കാനായി സാധിക്കുന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് എന്റെ ഷൂ എങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ, ഒരാൾക്ക് മാത്രമല്ലേ ഇവിടെ പഠിക്കാനായി സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അത് എടുക്കാൻ പോകാനായിട്ട് നിൽക്കുന്ന സമയം ഇവരുടെ പിന്നിൽ ഇവർ കാണുന്നത് ഒരു വലിയ കൊടുങ്കാട് മാത്രമാണ്. പ്രിൻസിപ്പളും സ്കൂളിന് ചുറ്റും വീണ്ടും ആ സീല് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്കിനി തിരിച്ചു പോകാനാകില്ല. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് ആ ഒരു പർവ്വതത്തിലേക്ക് കയറി പോകുന്നതായി കാണിക്കുന്നുണ്ട്. വാങ്ചിയാനും ഷൂസ് ഇല്ലാത്തത്
കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. ശേഷം സീനിയർ ടീച്ചറും പ്രിൻസിപ്പലിനോട് വന്ന് ചോദിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് ആ ഒരു പർവ്വതത്തിലേക്ക് അയച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതിന് പ്രിൻസിപ്പളും അവര് എന്തായാലും മുരുമില് കുട്ടികളല്ലേ, അവർ രണ്ടുപേരും ഇവിടെ വന്ന സമയം ആ ഒരു സീല് എങ്ങനെയാണ് അൺലോക്ക് ആയതെന്ന് നിങ്ങളും കണ്ടതല്ലേ. സീനിയർ ടീച്ചറും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ അവരവിടേക്ക് അയച്ചത്? അതിന് പ്രിൻസിപ്പളും അതത്ര അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ, അവർ അറിയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ച് പാഠമൊക്കെ പഠിച്ചിട്ട് വരട്ടെ, എന്നാലേ അവർക്കും ശരിയായിട്ട് ഇവിടെ പഠിക്കാനായി സാധിക്കുകയുള്ളൂ. ആ സമയം ഇവിടെ അവർ രണ്ടുപേരും നടന്ന് ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോ ഇവര് നടക്കുന്ന ആ ഒരു വഴിയും തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ചാടി അപ്പുറത്തേക്ക് പോയാൽ മാത്രമേ അവർക്കിനി ബാക്കി യാത്ര തുടരാനായി സാധിക്കുകയുള്ളൂ. ശിവവും ഞാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോ വാങ്ചിയാങ്ങും ഞാൻ അവിടെ നിന്ന് എടുത്തു ചാടാനായി പോവുകയാണ്. അതിന് ശിവവും സമ്മതിക്കുന്നില്ല. നിനക്ക് ഭ്രാന്താണോ, അത് വലിയ അപകടമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശിവു പറയുന്നത് കേൾക്കാതെ വാങ്ചിയാങ്ങും അപ്പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അവന് സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും തെന്നി താഴേക്ക് വീഴാനായി പോകുന്നു. ഇത് കണ്ട് ശിവവും ഷോക്കാകുന്നു. അവനും ആ ഒരു സ്ഥലത്ത് നിന്ന് ചാടി അപ്പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അവനെയും രക്ഷിക്കാനായി ശ്രമിക്കുന്നു. ശിവവും എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചു കയറ്റാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് വീണ്ടും ആ ഒരു ചെവി വേദനയും അനുഭവപ്പെടുന്നു. പക്ഷെ എന്നിരുന്നാലും വാങ്ചിയാനെ അവൻ വീട്ടിട്ടുണ്ടായിരുന്നില്ല. സർവ്വശക്തിയും എടുത്ത് അവനെ പിടിച്ചു കയറ്റുന്നു. വാങ്ചിയാങ്ങും നീ എന്നെ കൊല്ലാനായി നോക്കുമായിരുന്നോ, നിനക്കെന്താ പറ്റിയത് എന്ന് പറഞ്ഞ് തിരിയുമ്പോ ശിവവും അവന്റെ ചെവി വേദന എടുത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവനും നിനക്കെന്നെ കേൾക്കാനായി സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ശിവവും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഇവന്റെ മനസ്സിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഇവന് ശരിക്കും ചെവി കേൾക്കാനായി സാധിക്കില്ലേ? അവനും ശിവുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല. വീണ്ടും വിളിക്കുമ്പോ ശിവവും നീ ഇതിനെ എപ്പോഴും എന്നെ കിടന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ച് അവനും വഴക്കു പറയുന്നുണ്ട്. വാങ്ചിയാങ്ങും ഒരിടത്ത് ഇരുന്ന് പോകുന്നു. വാങ്ചിയാങ്ങിനും കാല് നന്നായി വേദനിക്കുന്നുണ്ട്. അവന്റെ കാല് നന്നായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും എങ്ങനെ ഇനി ബാക്കി ദൂരം നടക്കാനായി സാധിക്കുമെന്ന് അറിയില്ല. അവനും കയ്യിലുള്ള വാലറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അതിനകത്ത് VIP കാർഡും എല്ലാം ഉണ്ട്, ഒരുപാട് പണവുമുണ്ട്. പക്ഷെ ആ പണമൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവനും ആ ഒരു ടൈ അഴിച്ച് അവന്റെ കാലിൽ കെട്ടിവെക്കുന്നു. ഇവർ പോകുന്നതെല്ലാം തന്നെ ആ ഒരു കുട്ടികളും കാണുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു ഡ്രോണും ഉണ്ടായിരുന്നു. ഇവരും കാട്ടിനകത്തൂടെ നടക്കുകയാണ്. അവർക്കാണെങ്കിൽ വല്ലാതെ ദാഹിച്ചിട്ട് വയ്യ. എവിടെ നിന്നെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന സമയമാണ് അവിടെ ഒരു അരുവി ഒഴുകുന്ന സൗണ്ട് ഇവർ കേൾക്കുന്നത്. അങ്ങനെ ഇവരും ഓടിപ്പോയിട്ട് വെള്ളവും കുടിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയമാണ് അവിടേക്ക് ഒരു പാമ്പ് എഴിഞ്ഞു വരുന്നത് ശിവവും കാണുന്നത്. വാങ്ചിയാങ്ങിനെ അവൻ അത് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അവരും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഓടി അവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. സോനയും ഹീറോയിനും ഇക്കാര്യം കാണുന്നുണ്ട്. ഇവരും ഓടിക്കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ശിവു വാങ്ചിയാങ്ങിനെയും വാങ്ചിയാങ് ശിവുവിനെയും വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സാധിക്കുന്നില്ല. ചുറ്റിലും കാട് മാത്രമാണുള്ളത്. ആ സമയം ഒരു ഹോസ്പിറ്റലില് ഒരാള് കോമയിൽ കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അയാളും ഒരു കാര്യം കാണുന്നു. അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. ഇവരും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒളിച്ചു കഴിയുകയാണ്. ഭാര്യയും ചോദിക്കുന്നുണ്ട് മറ്റാർക്കും ഈ ഒരു സ്ഥലത്തെ കുറിച്ച് അറിയില്ലല്ലോ അല്ലേ? അയാളും നമ്മളിവിടെ ഉള്ള കാര്യം മറ്റാർക്കും അറിയാനായി സാധിക്കില്ല. അങ്ങനെ കുറച്ച് വിഷ്വൽസ് അയാളും കാണുന്നുണ്ട്. ശേഷം ശിവവും നടന്നു പോകുന്ന സമയം അവനും വഴിയിലൊരു കാഴ്ച കണ്ട് ഷോക്കാകുന്നു. അക്കാര്യം ഈ കുട്ടികളും കാണുന്നു. അതൊരു ചെന്നായയായിരുന്നു. ആ കുട്ടികൾ ഇവരുടെ പിന്നാലെ ഒരു ഡ്രോൺ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചെന്നായയും ചാടി അതിനെ തള്ളിയിടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും ഇനി ഇവരെ പിന്തുടരാനായി സാധിക്കില്ല. ആ ചെന്നായയും ശിവുവിന്റെ നേർക്ക് വരികയാണ്. അതും ചാടി അവന്റെ നേർക്ക് വരുന്നു. ആ ഒരു സൗണ്ട് വാങ്ചിയാങ് കേൾക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കും ആ ഒരു ഡ്രോൺ നശിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണാനായി സാധിക്കുന്നില്ല. സോനയും എന്ത് വന്നാലും സാരില്ല, നമുക്ക് അവരെ രക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ പോകാനായി തീരുമാനിക്കുന്നു. ഇവിടെ ശിവവും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വരുന്ന സമയം വീണ്ടും ആ ചെന്നായ ഇവനെ ആക്രമിക്കാനായി വരുന്നു. ആ സമയം അവൻ ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയിൽ നിന്ന് എന്തോ ഒരു പ്രകാശം ആ ഒരു ചെന്നായുടെ മുഖത്തേക്ക് അടിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.